മാർത്തോമാ സഭയുടെ 7 സന്യാസവര്യന്മാർ, മെത്രാന്മാർ റോമിൽ പോയി ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിനെ സന്ദർശിക്കുന്നതിനെപ്പറ്റി ഞാൻ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിയുമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്ന പല ആളുകളും എന്നെ ഈ കാലങ്ങളിൽ നിർബന്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് പരിഗണിക്കാഞ്ഞിട്ടല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നാൽ പല ആളുകൾക്കും ഇത് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് എന്നത് ഇപ്പോൾ കൃത്യമായതുകൊണ്ടും ചിലർക്കൊക്കെ ഇതിനെപ്പറ്റി ഗണ്യമായ വിമിഷ്ടം ഉള്ളതുകൊണ്ടും എൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിൽ പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പ്രയോജനം ചെയ്യുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി അല്പസമയം മാറ്റിവെക്കുന്നത് നല്ലതാണ് എന്ന ഒരു ധാരണ എൻ്റെ മനസ്സിൽ അങ്കുരിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി മുതിരുന്നത്. ഞാൻ വലിയ തയ്യാറെടുപ്പൊന്നുമില്ലാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഒന്നും കൃത്രിമമായി ആലോചിച്ചുറച്ച് ഇന്ന ആളുകൾക്ക് എന്ത് സന്തോഷം, കേട്ടാൽ എന്ത് സന്തോഷം, മറ്റേ ആൾക്ക് കേട്ടാൽ സുഖിക്കുമോ, ഇങ്ങനെയൊന്നും വിചാരിച്ചല്ല ഞാൻ എൻ്റെ നിലപാടുകൾ നിങ്ങളെ അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യം പച്ചയായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഞാൻ ഈ വിഷയത്തെ തഴഞ്ഞു കളഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒട്ടും പ്രാധാന്യം അർഹിക്കാത്ത ഒരു സംഭവമാണ് എന്നതുകൊണ്ടാണ്. ലോകത്തിലെ ആളുകൾ എവിടെയൊക്കെ പോകുന്നു, അതുകൊണ്ട് അങ്ങനെ പോകുന്നവർക്കോ അവർ ചെന്നെത്തുന്ന ഇടങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടായി എൻ്റെ അറിവിലില്ല. എന്നാൽ ഒരു കാലത്തെ മനുഷ്യർ വളരെ തയ്യാറെടുപ്പോടുകൂടെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ സഞ്ചരിക്കുകയും അങ്ങനെ യാത്ര ചെയ്യുന്നതിൽ കൂടെ വിജ്ഞാനം പ്രാപിക്കുക, പുതിയ അറിവുകൾ സ്വായത്തമാക്കുക, അവിടെ നിലപാടുകളെ ഒന്ന് പുനഃപരിശോധിക്കുന്നതിനുള്ള അവസരങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക, ഇങ്ങനെ അർത്ഥവത്തായ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ച യാത്രകൾ നടത്തിയ കാലഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പരിമല തിരുമേനി. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഞാൻ വളരെയധികം വിലമതിക്കുന്നൊരു വ്യക്തിയാണ് പരിമല തിരുമേനി. അദ്ദേഹത്തെ ആരാധിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ഈ ഓർത്തഡോക്സുകാർ കാണിക്കുന്ന പോലെ മണ്ടത്തരം ഞാൻ കാണിക്കാറില്ല. ഞാൻ ആരെയും ആരാധിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ആരെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും ബഹുമാനിക്കാനും എനിക്ക് നന്നേ സന്തോഷമുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ പരിമല തിരുമേനിയെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഞാൻ മനസ്സിലാക്കാൻ നന്നേ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. അദ്ദേഹം യെരുശലേം യാത്ര നടത്തി. അതിനെപ്പറ്റി ഒരു യാത്രാ വിവരണം, വളരെ മനോഹരമായ ഒരു യാത്രാ വിവരണം, യെരുശലേം യാത്ര എന്ന പുസ്തകം, അത് കഴിയുമെങ്കിൽ നിങ്ങൾ വായിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് അദ്ദേഹം ചെയ്തത് അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ അതുവരെ ബോധ്യമാകാതിരുന്ന കാര്യങ്ങളിൽ വ്യക്തത പ്രാപിക്കാൻ സാധിക്കുമോ, കൂടുതൽ സുതാര്യമായ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നുള്ള താല്പര്യത്തിലാണ്. അതുകൊണ്ടാണ് അതിൽ കൂടെ ശ്രദ്ധേയമായ ഒരു പുസ്തകത്തിൻ്റെ പിറവിയുണ്ടായത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലതാണ്, അത് ശ്രദ്ധേയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നടത്തുന്ന യാത്രകളൊന്നും അപ്രകാരമല്ല. ഇപ്പോൾ നമുക്കറിയാം ഹോളി ലാൻഡ് ടൂറിസമുണ്ട്. അവിടെയെങ്കിലും ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ, അങ്ങനെ പൈസയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ താല്പര്യങ്ങൾ കൊണ്ട് മുതലെടുക്കാൻ മിടുക്കുള്ള ചിലർ പുരോഹിതന്മാർ, ചില അയ്മേനികളുണ്ട്. അവർ ഹോളി ലാൻഡ് ടൂർസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഒക്കെ നമുക്കറിയാം. ഇതുവരെ ഞാൻ അങ്ങനെയുള്ള സംരംഭത്തിൽ പെട്ടിട്ടില്ല.
എനിക്ക് കേരളത്തിൽ എൻ്റെ കൂടെ നടക്കുന്ന യേശുവിനെ മാത്രമേ അറിയാവൂ. അതിൻ്റെ ആവശ്യമേ എനിക്കുള്ളൂ. ഞാൻ അതുകൊണ്ട് ഹോളി ലാൻഡിലെങ്ങും പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം ഹോളി ലാൻഡിൽ കൊണ്ടുവന്ന് അടക്കണമെന്നൊന്നും ഞാൻ എഴുതി വെക്കാനും പോകുന്നില്ല. അപ്പോൾ അത് പോട്ടെ, അത് മറ്റേ വിഷയം. അപ്പോൾ അപ്രകാരമുള്ള ബൗദ്ധികമോ ആധ്യാത്മികവുമായ ഉള്ളടക്കം ഉണ്ടാകുവാൻ സാധ്യമായൊരു പര്യടനമാണ് ഇത് എന്ന് എനിക്ക് ഒരു വിധത്തിലും തോന്നാൻ ഇടയില്ല. കാരണം അങ്ങനെ ആ കാലഘട്ടത്തിലല്ല നാം വസിക്കുന്നത്. തോന്നി, പണക്കൊഴുപ്പുള്ളത് കൊണ്ട് അത് ചെയ്തു, അതുപോലെ മടങ്ങി വന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് പോലെ നമ്മൾ തിരിച്ചു വരും. ബാഗ് അതുപോലെ തിരിച്ചു വന്നാലായി. പുതിയ അറിവ് പ്രാപിച്ചുകൊണ്ടല്ല നാം കൊണ്ടുപോകുന്ന എയർ ബാഗ് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ അധികം പ്രാധാന്യം കൽപ്പിക്കാറില്ല. അതിന് ഇല്ലാത്ത തൂക്കവും ആക്കവും കൽപ്പിച്ച് ഇതാണ്ട് വലിയ പൊട്ടിത്തെറിയുടെ സംഭവമാണെന്ന് പറഞ്ഞ് അത് ഓർത്ത് മാറത്തടിക്കുന്ന, വിലപിക്കുന്ന ഈ ഒരു സമീപനം ബാലിശമാണ് എന്ന ഒരു വലിയ അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ പറയുമ്പോൾ മാർത്തോമാ സഭയിൽ തന്നെയുള്ള പലർക്കും അതൊരു ഇച്ഛാഭംഗത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇപ്രകാരമാണത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളോട് പറയുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനത് പറയുകയാണ്. എന്നാലും ഇങ്ങനെ വലിയ താല്പര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു സംഭവത്തെപ്പറ്റി എൻ്റെ ഒരു സഹോദരനായ, എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ പെങ്ങളുടെ ഭർത്താവായ P.E. തോമസ്, അദ്ദേഹം മാർത്തോമാക്കാരനല്ല, അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. പക്ഷേ ഓർത്തഡോക്സുകാരനാണെങ്കിലും ആഴത്തിൽ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ മതിപ്പുള്ള എൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് നാടകം കളിക്കുകയോ ഉള്ളിൽ തോന്നാത്ത ഭക്തി കാണിക്കുകയോ ചെയ്യാറില്ല. സത്യസന്ധമായിട്ട് നിലപാടെടുക്കുന്നൊരു വ്യക്തിയാണ്. വളരെ ആഴത്തിൽ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അത് ക്രിസ്ത്യാനിക്ക് പറ്റിയ പണിയാണോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. അത് നല്ലതാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ഇത് ഒന്ന് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് എൻ്റെ കാഴ്ചപ്പാടുമായിട്ട് അത് വല്ല വിധത്തിലും വന്ന് മുട്ടുമോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് കൊച്ചി വരെ പോയി. ഞാൻ തിരുവനന്തപുരത്താണ് വസിക്കുന്നത്, നിങ്ങൾക്കറിയാം. അദ്ദേഹം കൊച്ചിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ വരെ പോയി. അപ്പം ഞാൻ ഈ കാര്യം ഒന്ന് എടുത്തിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ അല്പം ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇവർ പോയത് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ബുദ്ധി പഠിച്ചു, ജ്ഞാനം ആർജിച്ചു. അതിനെപ്പറ്റി ഇവിടെ അഭിമാനത്തോടുകൂടെ പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പോപ്പ് ഫ്രാൻസിനെ പറ്റി ആഗോളതലത്തിൽ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരുപക്ഷെ പോപ്പ് ഫ്രാൻസിസിനെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മത നേതാവ് മറ്റൊരാൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ സഹോദരനായ P. തോമസിനും അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ബുദ്ധി പഠിക്കാനാണ് ഇവർ പോയിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്നിട്ട് ഇതെനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആണ് എന്നത് എനിക്ക് നിശ്ചയമാണ്, അദ്ദേഹത്തിന് നിശ്ചയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവർ പോപ്പിൻ്റെ പാദപീഠത്തിൽ തന്നെ ശിഷ്ടമുള്ള നാളുകൾ ഇരിക്കണം, തിരിച്ചിങ്ങോട്ട് മടങ്ങി വരരുതേ എന്നൊരു പ്രാർത്ഥന കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നും പറഞ്ഞു. അതും എനിക്ക് ബഹുമാനിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എൻ്റെ അഭിപ്രായം ഒരു മടങ്ങി വരണം എന്നുള്ളതാണ്. കാരണം മടങ്ങി വന്നിട്ട് വേണം പോപ്പിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ഈ നല്ല ബുദ്ധി, നല്ല കാഴ്ചപ്പാട്, അറിവ് അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാർത്തോമാ സഭയ്ക്ക് പൂർവാധികമായ ആത്മീയ തേജസ്സും ഉണർവും വീര്യവും ഉണ്ടാകും. മാർത്തോമാ സഭ കേരള മണ്ണിൻ്റെ ഉപ്പായും കുറഞ്ഞപക്ഷം
തിരുവല്ലയുടെ എങ്കിലും വെളിച്ചമായും തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ തിരിച്ചു വരണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അവർ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ ഏതായാലും അത് തിരിച്ചു വന്നോ ഇല്ലയോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ അവർ വന്നോ ഇല്ലയോ, അതോ അവരവിടെ തന്നെ പാർക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അവർ 7 പേരും തിരിച്ചു വരണം എന്നത് തന്നെയാണ് എൻ്റെ താല്പര്യം. അവർ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് വലിയ ഇച്ഛാഭംഗവും വലിയ വിമിഷ്ടവും വേദനയും നിരാശയും സങ്കടമൊക്കെ ഉണ്ടാകും. അവിടെ അവർ തിരിച്ചു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇവർ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയാം, മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം യേശുവിനേക്കാൾ തോമാസ് ശ്ലീഹായോടാണ് അവർക്ക് മമത ഉള്ളത്. യേശു ഇല്ലെങ്കിലും മാർത്തോമാ സഭ നിന്ന് പോകും, പക്ഷേ തോമാസ് ശ്ലീഹ ഇല്ലെങ്കിൽ പോയി ആകപ്പാടെ പോകും. അപ്പോൾ അതുകൊണ്ട് തോമാസ് ശ്ലീഹായെ പറ്റിയുള്ള ഒരു സത്യാന്വേഷണ പരമ്പര ഈ 7 മെത്രാന്മാരും കൂടെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഒരു വിവാദമുണ്ട്. ചിലർ പറയുന്നു AD 52 ഇവിടെ വന്നു, ചിലർ പറയുന്നു, ചരിത്രകാരന്മാർ പറയുന്നു അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ തന്നെ തോമാസ് ശ്ലീഹ കൊല്ലപ്പെട്ടു, ചിലർ പറയുന്നു അങ്ങനെ കൊല്ലപ്പെട്ടില്ല. അദ്ദേഹം ഇവിടെ വന്നെങ്കിലും ഇവിടെ നിന്ന് ജീവനും കൊണ്ടോടി അങ്ങ് പഞ്ചാബിൽ പോയി അവിടെ ഒത്തിരി ജോലി ചെയ്തു. പഞ്ചാബിൽ പലയിടങ്ങളിലും ക്രിസ്ത്യാനികൾ പാർക്കുന്ന ഇടങ്ങളുണ്ട്. അത് തോമാസ് ശ്ലീഹയുടെ പ്രവർത്തനം കൊണ്ട് അക്കാലത്ത് ആരംഭിച്ചതാണെന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകളെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ജീവനും കൊണ്ടോടി അങ്ങ് പഞ്ചാബിൽ പോയി രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മൈലാപ്പൂരിൽ വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ, സെൻറ്റ് തോമസ് മൗണ്ടിൽ അദ്ദേഹത്തെ അടക്കിയിട്ടുണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വിവാദം നിലനിൽക്കുന്നത് കൊണ്ട് റൂമിൽ പോയാൽ അവിടെ പത്രോസിൻ്റെ ആത്മാവ് ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റോമ സഭയ്ക്ക് ഇത്രമാത്രം ആത്മീയമായ ഒരു മേൽക്കോയ്മയുള്ളത്. നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ യേശുവിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നതെങ്കിൽ റോമിന് ഇപ്പോഴുള്ള പ്രാധാന്യം കൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം യേശു ജനിച്ചത്, അവിടെയും വിവാദമുണ്ട്, യേശു ജനിച്ചത് ബേത്ലഹേമിലല്ല നസ്രയത്തിൽ തന്നെയാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഏർണസ്റ്റ് റെനോൺ എന്ന് പറയുന്ന സുപ്രധാന ഫ്രഞ്ച് എഴുത്തുകാരൻ യേശുവിൻ്റെ ജീവചരിത്രം ദ ലൈഫ് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, യേശു ഒരിക്കലും ബേത്ലഹേമിൽ ജനിക്കുവാൻ യാതൊരു ന്യായവുമില്ല. അദ്ദേഹം ജനിച്ചത് നസ്രയത്തിൽ തന്നെയാണ്. പക്ഷേ ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കേണ്ടവനാണ് എന്നതുകൊണ്ട് അങ്ങനെ വരുത്തി തീർക്കാനായിട്ട് യേശു ബേത്ലഹേമിൽ ജനിക്കണം, അങ്ങനെ ജനിക്കത്തക്കവണ്ണം അങ്ങ് റോമയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു എന്നൊക്കെയുള്ള ഒരു സാന്ദർഭികമായ കഥ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതാണെന്നുള്ള അഭിപ്രായം അത് ഉണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ അഭിപ്രായമൊക്കെ പിടിച്ചു പോയാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു. അതുകൊണ്ട് അധികം അഭിപ്രായങ്ങളിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പോട്ടെ. അപ്പോൾ ഈ തോമാസ് ശ്ലീഹയെ പറ്റി ഒരു കൃത്യത, ഒരു വ്യക്തത പ്രാപിക്കേണ്ട, നേടിയെടുക്കേണ്ട ആവശ്യം മാർത്തോമാ സഭയ്ക്കുണ്ട്. കാരണം ഞാൻ അത് പറഞ്ഞതുപോലെ ക്രിസ്തു സഭയുടെ തലയാണെങ്കിലും തോമാസ് ശ്ലീഹയാണ് സഭയുടെ താടിമീശ. നിങ്ങൾക്കറിയാം, ഈ ബിഷപ്പന്മാർക്ക് താടിമീശ ഇല്ലെങ്കിൽ പോയി. അവർക്ക് പിന്നെ ഒന്നിനും തല എത്ര മഹത്തേറിയതാണെങ്കിലും താടിയില്ലെങ്കിൽ ഒരു തിരുമേനിയുടെ ഗാംഭീര്യം പോയി. അതിനെപ്പറ്റി ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞൊരു കാര്യം, ഇത് മാരാമൺ മണക്ക് നിന്ന് ഞാനവിടെ പ്രസംഗിക്കാനായിട്ട് പ്രസംഗപീഠത്തിലിരിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ പറഞ്ഞില്ല എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. അദ്ദേഹം പറഞ്ഞത്,
അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നം കൊണ്ട് വെല്ലൂർ ചികിത്സയിലായിരുന്നപ്പോൾ. അപ്പം അദ്ദേഹം മെത്രാപ്പോലിത്തയാണ്. മാർത്തോമാക്കാർക്ക് മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞാൽ ജീവനാണ്. അത് നല്ലതാണ്, അങ്ങനെങ്കിലും ജീവൻ വെക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചികിത്സയിലാകുന്നു എന്ന് കേട്ട് അമേരിക്കയിലുള്ള മാർത്തോമാക്കാർക്ക് വലിയ സങ്കടം സഹിക്കാൻ വയ്യ. അങ്ങനെ സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ ഒരുത്തൻ തിരുമേനിയെ ഫോൺ ചെയ്ത് കിട്ടി. അപ്പോൾ സംശയം, തിരുമേനിക്ക് ഇങ്ങനെ ആയപ്പോലെ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, മറ്റേതാണ് മറിച്ചത്, അപ്പം എന്താണ് ചികിത്സ, എന്താണ്? അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചികിത്സയൊക്കെ തുടങ്ങി. അപ്പോൾ എന്തോ ചികിത്സയാണെന്ന് ചോദിച്ചു. അപ്പം എന്താണ് ചികിത്സ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചാൽ തിരുമേനിയുടെ മീശയെല്ലാം പോകും, താടി മീശ മുഴുവനും, ഒരു രോമം പോലും നിൽക്കാതെ എല്ലാം കൊഴിഞ്ഞു പോകും. തിരുമേനിയുടെ തല പോയാലും സാരമില്ല, തിരുമേനിയുടെ മീശ പോയാൽ ഞങ്ങൾ സഹിക്കത്തില്ല എന്ന് ഒരു നല്ലവനായ എരിവുകാരനായ മാർത്തോമാക്കാരൻ തന്നോട് പറഞ്ഞുവെന്ന് ക്രിസോസ്റ്റം തിരുമേനി മാരാമൺ മണക്ക് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ കേട്ട മാർത്തോമാക്കാർ തീർച്ചയായും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് സാക്ഷീകരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു എരിവിൻ്റെ മധ്യത്തിലാണ്. അപ്പോൾ യേശുവിനെ പറ്റി എന്ത് തെറ്റിദ്ധാരണ വന്നാലും കുഴപ്പമില്ല, മാർത്തോമാ ശ്ലീഹായെപ്പറ്റി ഇങ്ങനെയുള്ള എന്താണ് കാര്യമെന്നറിയാനുള്ളത്. അപ്പം പത്രോസ് ഇങ്ങോട്ടെങ്ങും വരാറില്ല. കാരണം പത്രോസ് ഒരു മര്യാദക്കാരനാണ്. അവൻ പറഞ്ഞു, നീ ഇന്ത്യ എടുത്തു, പ്രത്യേകിച്ച് കേരളം എടുത്തു, ഞാൻ റോമിൽ നിന്നോളാം. അങ്ങനെ റോമിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് പത്രോസിൻ്റെ ആത്മാവ്. അപ്പം പത്രോസിനോട് ചോദിച്ചാൽ തോമാസ് ലീഹയുടെ യഥാർത്ഥത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. അപ്പം പത്രോസിനോട് ചോദിക്കണമെങ്കിൽ അതിൻ്റെ അനുവാദം പോപ്പിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ പോപ്പിനെ കണ്ട് പോപ്പിനെ വേണ്ടതുപോലെ വിശ്വാസത്തിലെടുത്ത് ഈ ഒരു അനുമതി നേടി പത്രോസിനോട് കാര്യങ്ങൾ ചോദിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള സതുദ്ദേശത്തോടു കൂടെയാണ് ഇത്രമാത്രം ഭീമമായ ചിലവ് ഉള്ള ഈ ഒരു സാഹസികമായ പരിപാടിക്ക് 7 പേര് ഒരേ സമയത്ത് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമില്ല. അതുപോലെ കാര്യമായ ഒരു ആത്മീയ ലാഭ സാധ്യതയുള്ളത് കൊണ്ടാണ് അവരപ്രകാരം പോയത് എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അല്ലാതെ ചുമ്മാതെ കയറി തോന്നിയപ്പം ഒന്നെടുത്ത് ചാടി പോകുന്നവരല്ല മാർത്തോമാ തിരുമേനിയോ മറ്റുള്ള തിരുമേനിമാർ അങ്ങനെ വണ്ടം കളിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ എനിക്കറിയാവുന്നൊരു കാര്യം, ഞാൻ ഇവരുടെ ഈ സന്ദർശനത്തിന് അതിലെൻ്റെ പ്രത്യാശ അർപ്പിക്കാനൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റെല്ലാ സഭകളിലെയും മെത്രാന്മാരെ താരതമ്യപ്പെടുത്തി മാർത്തോമാ സഭയിലെ മെത്രാന്മാരെ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും. ഇവർ പൊതുവെ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവർക്ക് നല്ല വിദ്യാഭ്യാസവും സുബോധവും അറിവിനോട് അല്പം താല്പര്യമുള്ളവരും ഉള്ള ആളുകളാണ്, വെറും പീറകളല്ല. അപ്പോൾ അതുകൊണ്ട് അവർ 7 പേര് ചേർന്ന് എവിടെയെങ്കിലും പോയാൽ, പ്രത്യേകിച്ച് ഇത്ര കാര്യമായ വളരെ ക്രിസ്തുമതത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്ന റൂമിൽ പോയാൽ ചുമ്മാ അതൊരു പോക്കായിരിക്കത്തില്ല എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ട് 7 മെത്രാന്മാർ പോയി, 8 പേര് എന്തുകൊണ്ട് പോയില്ല? അല്ലെങ്കിൽ 6 പേര്, 5 പേര് എന്തുകൊണ്ട് പോയില്ല? എന്തുകൊണ്ട് 7 പേരായിപ്പോയി? അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കണം. അതിൽ 7 സഭകൾക്കാണ് ദൂത് കൊടുക്കുന്നത്. 7 സഭ, ഏഷ്യയിലുള്ള 7 സഭകൾ. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ അക്കമായിട്ടാണ് യഹൂദൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 7 തിരുമേനിമാർ ഒരുമിച്ച് പോകുമ്പോൾ അത് മാർത്തോമാ സഭയുടെ പൂർണ്ണതയെ പ്രതിബിംബിച്ചുകൊണ്ടാണ് അവരങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ മാർത്തോമാ സഭ എന്ന് മാത്രവുമല്ല, മാർത്തോമാ സഭയുടെ വളരെ ലളിതമായ ഏറ്റവും എളിമയാർന്ന ഒരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർ മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ബാക്കിയുള്ളവർക്ക് ക്രിസ്ത്യാനികളാണെങ്കിലും ചൂത്തകളാണ്, വലിയ ഗുണമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ മാർത്തോമാ സഭയിൽ വരണം. ഞാനൊരിക്കൽ ഒരു മാർത്തോമാ സഭയുടെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട്
ബഹറിലാണോ അതോ ദൂബയിലാണോന്ന് ഓർമ്മയില്ല. ചെന്നു. അപ്പം അവിടുത്തെ ഒരു വലിയ ധനികനായ മാർത്തോമാക്കാരൻ എനിക്ക് എന്നോട് നേരത്തെ അല്പം പരിചയമുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞാൻ താമസിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുകൊണ്ട് അച്ഛനോട് പറഞ്ഞ് ചട്ടം കെട്ടി ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂട്ടാണ് താമസിച്ചത്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ആഹാരം കഴിക്കാനിരുന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹം വാദോരെ സംസാരിക്കുന്ന അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ചോ എനിക്ക് എൻ്റെ സഭയെപ്പറ്റി വലിയൊരു അഭിമാനമുണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ? ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജോർജ് എന്ത് പറ്റി, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആണ്ടനെയും അടകോടനെയും ഞങ്ങളുടെ സഭയിൽ കയറ്റിയിട്ടില്ല. ഞങ്ങളങ്ങനെ മതപരിവർത്തനം നടത്തി ഈ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ സഭയിലോട്ട് കയറ്റി ഞങ്ങളുടെ മാന്യത ഞങ്ങൾ കുറച്ചിട്ടില്ല എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറഞ്ഞതിൻ്റെ ആ സന്തോഷം കണ്ടാൽ, അഭിമാനം കണ്ടാൽ നിങ്ങൾ അതിശയിച്ചു. അപ്പം അങ്ങനെ ഇപ്പോൾ കോട്ടയം കേന്ദ്രീകൃതമായ ജ്ഞാനാനയ കത്തോലിക്ക സഭയിലെ രക്തശുദ്ധി എന്നതുപോലെയാണ് മാർത്തോമ സഭയുടെ ഈ മറ്റേ ശുദ്ധി. ഏത് ശുദ്ധിയാണെന്ന് നിങ്ങൾക്കറിയാം, കോട്ടയം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ശുദ്ധിയുടെ, അതായത് മാന്യതയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും പ്രതിനിധീകരിക്കാൻ യോഗ്യതയുള്ള ഏകസഭയായ മാർത്തോമ സഭ, അതിൻ്റെ 7 മെത്രാന്മാർ, അതായത് പൂർണ്ണതയുടെ അക്കമായ 7, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത്, തലപ്പാവ് എന്ന വിധത്തിൽ ശോഭിക്കുന്ന ഫ്രാൻസിസ് മാർപ്പായെ കാണാൻ പോകുമ്പോൾ അതൊരു പക്ഷേ ചരിത്രപ്രധാനമായൊരു സംഭവമാണ് നമുക്ക് തോന്നാൻ ഇടയുണ്ട്. അങ്ങനെ ഒരു ബോധ്യം കൂടെ വന്നതുകൊണ്ടാണ് മനസ്സോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ അളിയൻ പറഞ്ഞതുപോലെ അവർ മാർപ്പാപ്പായുടെ പാദപീഠത്തിലിരുന്ന് പുതിയ ബുദ്ധി പഠിച്ചുകൊണ്ട് വന്ന് കേരളത്തിലെ ക്രിസ്തുമതത്തെ ഉദ്ധരിക്കാനാണോ അല്ലയോ? അല്ല, അവർ പോയിരിക്കുന്നത് തോമാസ് ലീഹായോടുള്ള ആത്യന്തികമായ വിധേയത്വത്തിൽ അതിനെപ്പറ്റിയുള്ള കിംവദന്തികൾ ഈ കാലത്ത് ഈ അസ്ത്രം പോലെ പാറി നടക്കുന്നത് കൊണ്ട് അതിനെ ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടി പത്രോസിൻ്റെ വായിൽ നിന്ന് തന്നെ ആധികാരികമായ സത്യം ഒന്ന് കൊയ്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അത് അവതരിപ്പിച്ച് തോമാസ് ലീഹായെ പുനഃസ്ഥാപിക്കുന്ന ആ ഒരു സുപ്രധാനമായ ദൗത്യം നിർവഹിക്കാനുള്ള പാണ്ഡിത്യവും പ്രാവീണ്യവും ആത്മധൈര്യവും പ്രാപിക്കാനാണോ പോയത്? ഇങ്ങനെയുള്ള സാധ്യതകൾക്ക് ഒരു കൃത്യത വരണമെങ്കിൽ ഈ 7 പേരെ തിരിച്ചു വന്ന് അവരുടെ പത്രസമ്മേളനമല്ലോ നടത്തി അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെപ്പറ്റി ആത്യന്തികമായ ഒരു ബോധ്യമുണ്ടാകുകയുള്ളൂ. ഏതായാലും ഞാൻ വീണ്ടും പറയുന്നു, അവർ അങ്ങനെ പോപ്പിനെ കാണാൻ പോയതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവമോ കുണ്ഠിതമോ അതൃപ്തിയോ ഇല്ല. അങ്ങനെ പോയത് നല്ലതാണ്. അങ്ങനെ മുറയ്ക്ക് പോകണം. നല്ല ആളുകളെ കണ്ടിരിക്കുന്നത് നല്ലതാണ്. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കാം കല്ലിലുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സങ്കല്പം നല്ലതാണ്. അവിടെ മോദി തന്നെ മാർപ്പാപ്പായെ പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടു വന്നതിന് ശേഷം എന്തെല്ലാം നന്മകളാണ് അദ്ദേഹത്തിൽ വന്നത്. അതിനുശേഷമാണ് വിവേകാനന്ദ പാറ അവിടെ പോയി ധ്യാനിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് സംഭവങ്ങളുടെ ഒഴുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പോപ്പിനെ കണ്ട ശേഷമാണ് അദ്ദേഹം വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിൽ പോയിരുന്നതും ധ്യാനിച്ചതും. അതിൻ്റെ ഫലമായി എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങളുടെ മധ്യത്തിൽ സംഭവബഹുലമായ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. സംഭവാമി യുഗേ എന്നൊക്കെ പറയുന്നത് ചുമ്മാതല്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്നും അതെത്രമാത്രം ഐതിഹാസികമായ വീര്യമുള്ളതാണെന്നും നമുക്ക് തിരിച്ചറിയുവാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരികയില്ലെന്നൊരു ആശ്വാസമുണ്ട്. ആശ്വാസത്തിൽ നമ്പിക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് എന്നെ വലിച്ചിഴച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള നന്ദിയും സ്നേഹവും ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.